ഓട്ടോക്കാരൻ പറ്റിച്ചു. സെറ്റായി. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിതാ കയ്യിലെല്ലാതും ഉണ്ട്. അച്ഛനമ്മേനെ റിസീവ് ചെയ്യാൻ പോവാണ്. അവരൊരു 4:20 ആകുമ്പോൾ ലാൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇമിഗ്രേഷനൊക്കെ കഴിയുമ്പോൾ സമയം എടുക്കുമല്ലോ. നമ്മളിതാ ഇപ്പോൾ 4:05. നമ്മളിപ്പോൾ ഇതാ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പോകും. പിന്നെ മാമനെ കാണാൻ പോവാം. എക്സൈറ്റഡ്? ആ വരുന്നതാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോ. യെസ്, ഓട്ടോ ഈസ് ഓൺ ദി വേ. Exit the roundabout onto Ahmedabad Airport Exit Road. പുലർച്ചെ ഇറങ്ങിയ കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടേക്ക് എത്താറായി. അവിടുന്ന് നമുക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ടായിരുന്നു. ഓട്ടോക്കാരൻ പറ്റിച്ചു. ടെർമിനൽ 2-ലാണ് നമുക്ക് കയറേണ്ടത്, ഇറങ്ങേണ്ടത്. അങ്ങേര് കൊണ്ടുപോയി നമ്മൾ ടെർമിനൽ 1-ൽ ഇറക്കി. നമ്മളെ ലഗേജ് ഒന്നുമില്ലാത്ത കാരണം നമ്മൾ ഇങ്ങനെ നടക്കുന്നു. നമ്മൾ കണ്ണട കഴിച്ച് സെറ്റായി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ അവര് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ആരാ വരണ ഇപ്പോ? ആര് ഉറക്ക പറ. അമ്മാമ്മയാ ഉറക്ക പറയാതെ അതിനൊക്കെ പതുക്കെ പറയണ. അമ്മാമ്മയാ അച്ഛനെവിടെ? അച്ഛനെവിടെ ഉണ്ടാ? അച്ഛനെവിടെ? നമുക്ക് വീഡിയോ കോള് വിളിക്കണോ? അമ്മമ്മ അമ്മ വെച്ചെന്നാ വരുമോ? ആൾക്കൊന്നും മനസ്സിലായി. കുഞ്ഞോക്കിടാരാ? പൊന്നുവാരാ? അമ്മമ്മടെ പൊന്നുവാരാ? സങ്കടം വരുന്നുണ്ടോ? അവരെ ദൂരെ നിന്ന് കണ്ടപ്പോൾ കുഞ്ഞമ്പി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ അടുത്ത് വന്നപ്പോൾ ആൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇത്രയും നാള് വീഡിയോ കോളിൽ കണ്ടിട്ട് നേരിട്ട് കണ്ടപ്പോഴുള്ള ഒരു അമ്പരപ്പ്. പിന്നെ ആള് ഫുൾ കമ്പനിയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയി. ഒരു ലഗേജ് മാത്രം നമ്മൾ തുറക്കാണ്. അതിനുള്ളിൽ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2-3 പെട്ടിയിലുള്ളത് ഫുൾ ഞങ്ങൾക്കുള്ള ഐറ്റംസ് ആണെങ്കിലും ഈ പെട്ടിയിലുള്ളത് ഇപ്പൊ തുറന്നില്ലെങ്കിൽ അത് കേടാവും. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ബാഗല്ല. അവർ സലാലയിൽ നിന്ന് വരുമ്പോൾ ബീഫൊക്കെ കറി വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ മീൻ വറുത്തിട്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ അധികം മീനൊന്നും നല്ലത് കിട്ടാത്ത കാരണം അവിടെ നിന്ന് അവർ മീൻ കൊണ്ടുവന്നു. ആ ഒരു ബാഗിൽ നമ്മൾ ചൂടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ചൂട് അങ്ങനെ നിൽക്കുമെന്നാണ് പറയണത്. തണുപ്പുള്ളത് വെച്ച് കഴിഞ്ഞാൽ തണുത്തിരിക്കുന്നു പറയുന്നുണ്ട്. നമ്മൾ നോക്കിയപ്പോൾ അത്ര തണുപ്പോ അത്ര ചൂടോ ഉണ്ടായിരുന്നില്ല. പക്ഷെ കേടാവാതിരിക്കും. അവർ പുലർച്ചെ വന്നതാണല്ലോ. അപ്പം നമ്മളൊന്നും കഴിച്ചിട്ടില്ല. ഒരു 8 മണിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോകുമ്പോൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടുത്തെ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിൽ പോയിട്ട് ഇതാ ഫിഷ് ഫ്രൈ ഒക്കെ ഇനി കഴിക്കാൻ പോവാണ്. കുഞ്ഞാബി ഡ്രസ് മാറ്റിക്കോ, ഡ്രസ് മാറ്റിക്കോട്ടെ. ഡ്രസ്സിൽ വെച്ച് തേച്ചു. അവൾക്ക് തന്നെ കഴിക്കണം. ഒരു മിനിറ്റ്, കുഞ്ഞാപ്പയ്ക്ക് മുളകൊക്കെ വേണം. മരുവും ദേ വരണു. ഒന്ന് അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ കുഞ്ഞാപ്പയുടെ ഗുസ്തി തുടങ്ങി. പിന്നെ നമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. നമ്മളിതാ നല്ലൊരു ഉറക്കൊക്കെ പാസ്സാക്കി. ഇനി വയറ് നിറയ്ക്കണം. എനിക്ക് വയറ് നിറക്കണ്ട, കാരണം എനിക്ക് വിശക്കണില്ല. അച്ഛനമ്മയ്ക്കും ഏട്ടനും വിശക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്നലെ പോയ മിർച്ചി ഉണ്ടല്ലോ, അവിടേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമുക്ക് ഫുഡ് അടിക്കാം. കുഞ്ഞാപ്പി പറ. ഞാൻ ഇങ്ങനെ ഇന്നലെ കഴിച്ചതാ. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചേ. പിന്നെ നമ്മൾ നടക്കാൻ ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലത്തെ ചേട്ടന്മാർ പറഞ്ഞു ഇവിടെ അടുത്താണ് സബർമതി ആശ്രമം എന്ന്. പക്ഷെ നമ്മൾ പോയില്ല. അത് കഴിഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് നമ്മളതാ വീണ്ടും തിരിച്ച് റൂമിലേക്ക് പോയി. നമ്മൾ തിരിച്ച് ജയ്സൽമറിലേക്ക് ബസ്സിലാണ് പോണേ. അപ്പോൾ ഒരു 9 മണിക്കാണ് ബുക്ക് ചെയ്തേക്കണത്. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. എനിക്ക് സഡൻ ആയിട്ട് പെട്ടെന്ന് തലകറക്കവും ഛർദ്ദിക്കാൻ വരലും ഭയങ്കര ടെമ്പറേച്ചർ ഒക്കെ കൂടിയിട്ട് ഞാൻ ആകെ കിളി പോയ അവസ്ഥയിലായിരുന്നു. ബസ്സിൽ കയറിയ പക്ഷെ ഞാൻ കിടന്നുറങ്ങിയിട്ട് എണീറ്റത് ജയ്സൽമർ എത്തിയപ്പോഴാണ്. അത്രയും ക്ഷീണമായിരുന്നു, നല്ല ടെമ്പറേച്ചർ. കുഞ്ഞിന് പനി അടിച്ച് കിടക്കാവും. താത്തു അടിച്ച് വെള്ളം കുടിച്ചിരിക്കുന്നു. അല്ല താത്തു, അങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് ജയ്സൽമറിലേക്ക്. ജയ്സൽമർ എത്തിയപ്പോൾ നല്ല ഫോഗും നല്ല തണുപ്പും. അപ്പൊ ടെമ്പറേച്ചറിൽ എന്നെ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒന്നുകൂടിയും പനി കൂടി. ഞാൻ വലിയ കാര്യത്തിന് മാവൊക്കെ അരച്ച് വെച്ചിട്ടാണ് പോയത്. അവര് വന്ന വർഷം ദോശയും സാമ്പാറൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എവിടെ നടക്കണം. എന്നിട്ട് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളെന്താ പെട്ടിയൊക്കെ പൊളിക്കാണ് ഗൈസ്. ഞാൻ ഈ കുറച്ച് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ വീണ്ടും പോയി കിടന്നു കേട്ടോ. ഫുൾ വീഡിയോസ് എടുക്കാനുള്ള ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.